ആവശ്യമായ ദൈവകൃപ തന്ന് ഈ നിമിഷങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു, പ്രാപിക്കുന്നു. ഈ അവസരം തന്ന ഈ സ്ഥലം സഭയ്ക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സിസിലി സഹോദരിയെക്കുറിച്ച് അനുസ്മരണം ഞാൻ ഇപ്പോൾ പറയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പ്രിയ ദൈവദാസന്മാർ അല്ല പറയണം. 43 വർഷമായിട്ട് എൻ്റെ അളിയൻ്റെ ഭാര്യയാണ് സിസിലി. ഞാൻ 46 വർഷമായി പെരുമ്പാവൂരുള്ള പൗലോസ് ഇവരുടെ പെങ്ങളെ വിവാഹം കഴിച്ചിട്ട്. അതിനുശേഷം പ്രിയ സിസിലി എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ കൊച്ചുമകളാണ് സിസിലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ ചെറുപ്രായം തൊട്ട് ഞങ്ങളുടെ തൃശ്ശൂർ ഒരു 60 വർഷം മുമ്പ് ബാലസംഘമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആത്മീയമായ രംഗത്ത് വളരെ താല്പര്യമുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളും അതേമാതിരി സിസിലിയുടെ 2 ചേച്ചിമാരുണ്ട്. അവർ ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു ഗ്രേസി എന്നും ലില്ലി എന്നും, അവർ ഗുജറാത്ത്, അവരിപ്പോൾ ഖത്തർസനിയിലാണ്. അപ്പം ഞങ്ങളുടെ തൃശ്ശൂർ കിഴക്കുമ്പാട്ടുകര വളരെ ഈ ബാലസംഘത്തിലുള്ളത് വളരെ സന്തോഷവും വളരെ ആത്മീയമായ കാര്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ ഉത്സാഹികളായിരുന്നു. വിശേഷാൽ പ്രിയ സിസിലിക്ക് ദൈവം ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈ പഴയ പാട്ടുകളൊക്കെ നന്നായി പാടും. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, 3 വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വല്യമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ജോർജ് ടി, നമ്മുടെ സിസിലിയെ പെരുമ്പാവൂർക്ക് നിൻ്റെ അളിയന് വിവാഹം കഴിക്കണം, നീ അതിന് മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ മുൻകൈ എടുക്കില്ല. കാരണം സിസിലി എൻ്റെ വീട്ടുകാരാണ്. പക്ഷേ അളിയൻ ഞാൻ ഇതെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് അല്പം പ്രയാസം തോന്നി. അപ്പോൾ ആ പ്രായമുള്ള അമ്മച്ചി പറഞ്ഞല്ല മോനെ, അത് ദൈവഹിതമായിരിക്കാം, നീ അതിന് മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞു. ആ നിലയിലാണ് 43 വർഷം മുൻപ് പ്രിയ സിസിലിയെ പെരുമ്പാവൂരിലേക്ക് വിവാഹം കഴിച്ചത്. തുടർന്ന് ദീർഘനാളുകൾ ഞങ്ങൾ 2 നിലയിലും ഒന്നിച്ച്, ഒന്ന് ഞങ്ങളുടെ ഫാമിലി, എന്നാൽ ഇവിടെ വന്നാലും ഞങ്ങൾ ഫാമിലി തന്നെയാണ്. വളരെ പല കാര്യങ്ങളും ഞാൻ വർണ്ണിക്കുവാനുണ്ട്, ഞാൻ അവിടെ നിർത്തുകയാണ് ആ ഭാഗം. എന്നാൽ പല നിലകളിലായിരിക്കുന്ന നിങ്ങൾക്ക് അവർക്ക് അറിയുന്ന പോലെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, വൈഷമ്യങ്ങളൊക്കെ തരണം ചെയ്തൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആത്മീയമായിരിക്കുന്ന തീഷ്ണതയും താല്പര്യവും ആത്മീയമായിരിക്കുന്ന ഭക്തിഗാനങ്ങളോളം അത് വളരെ ഉത്സാഹിയുമായിരുന്നു. അത് മറുഭാഗം 12 വർഷം മുൻപ് പെട്ടെന്ന് ഉള്ളതായ ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥത നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. വളരെ ഗൗരവമായിരിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ കടന്നു പോകും എന്നതിലായിരുന്നു ചിന്ത. പക്ഷേ ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു. അതിനൊരു മാനുഷികമായൊരു പ്രത്യേക കാരണം ഞാനും എൻ്റെ വൈഫും എപ്പോഴും തൃശ്ശൂർ പറയാറുണ്ട്, സിസിലിയുടെ മനധൈര്യം വളരെ മനധൈര്യമുള്ള ഒരു സഹോദരിയായിരുന്നു. പ്രിയ ബേബി സഹോദരൻ പറഞ്ഞല്ലോ, സൗമ്യത കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മനധൈര്യം, വളരെ ധൈര്യമുണ്ടായിരുന്നു. ഏത് കാര്യം വന്നാലും എന്ത് വന്നാലും ധൈര്യത്തോടുകൂടെ നിൽക്കുവാനുള്ളൊരു പ്രത്യേകത കഴിവുണ്ടായിരുന്നു. ഞങ്ങൾ 3 മാസം മുൻപ് മസ്കറ്റിലെ എൻ്റെ ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. സിസിലിയുടെ മോളും ഭർത്താവ് അവിടെയുണ്ട്, അളിയനും. ഞങ്ങൾ മസ്കറ്റിൽ വീണ്ടും അവിടെ ഈ 3 മാസം മുൻപ് അവിടെ വെച്ച് ഞങ്ങൾ വളരെ സന്തോഷമായി. ഞങ്ങൾ ചിലതിൽ അവിടെ ഒരുമിച്ച് സന്തോഷിക്കുവാനിടയായി തീർന്നു. പക്ഷേ അവിടെ വെച്ച് സിസിലിക്ക് ഒരു പ്രയാസം വീണ്ടും വന്നു. അപ്പോൾ വളരെ ഗൗരവമായൊരവസ്ഥയിലായി. ഒരു തളർച്ചയും പ്രയാസം വന്നു. അപ്പം തന്നെ അതിനുള്ള ക്രമീകരണം ചെയ്തു. നാട്ടിലേക്ക് എത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അത്രമാത്രം ഗൗരവം അന്നുണ്ടായി. ഏതായാലും പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ 2 ആഴ്ച മുൻപ് ഞാനും ഗ്രേസിയും പെരുമ്പാവൂർ വന്ന് ഞങ്ങൾ ജോർജ് ടി വീട്ടിൽ സിസിലിയും അളിയനും വന്ന് ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങൾ പറഞ്ഞ് വളരെ സന്തോഷിച്ച് പല വിഷയങ്ങൾ ഞങ്ങളങ്ങനെ സംസാരിക്കുവാനും ഇടയായിത്തീർന്നു. എന്നാൽ എന്നോട് പറഞ്ഞു, ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നെ അളിയൻ എന്നാണ് വിളിക്കുന്നത്. അളിയനോട് എനിക്ക് വിഷമമുണ്ട്.
ഇപ്പോൾ കാവുംപുറത്തേക്ക് വരുന്നില്ല. എനിക്ക് വളരെ ഇപ്പോഴല്ലോ അതിൻ്റെയൊക്കെ ഫീലിംഗ് മനസ്സിന് വരുന്നത്. കാവുംപുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് വളരെ പ്രയാസപ്പെട്ടു. ഏതായാലും ദൈവസകലം നന്മയ്ക്കായി ചെയ്തു. ഞങ്ങൾ വളരെ സന്തോഷിച്ചു. അതിനുശേഷമാണ് ഈ സംഭവം വ്യാഴാഴ്ച രാത്രി കേട്ടത്. വളരെ ഹൃദയത്തിന് വേദന ഉണ്ടായി. ഇതുവരെ ആ വേർപാടിൻ്റെ വേദനയുടെ ഒരു ഭാഗത്ത് ആ വിഷമം മാറിയിട്ടില്ല. അതേ സമയത്ത് വളരെയധികം പ്രത്യാശയും വളരെ സമാധാനവും സന്തോഷമുണ്ട്. നമുക്കറിയാമല്ലോ, നാം ദൈവമക്കളായതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളും പ്രയാസവേളകളിലും ദൈവം നമുക്ക് അതാ സമയത്ത് വളരെ ധൈര്യവും ശക്തിയും ബലവും തരുന്നു. ദൈവനാമമഹത്വം ഉണ്ടാകട്ടെ. വിശേഷാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥന ഓർക്കുക. പ്രിയ അളിയനെയും മറ്റ് മക്കളെല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കോടുകൂടെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സഹോദരന് കഴിയുന്ന ആളുകൾ എത്രയും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനിയും തുടരും. നാം പ്രത്യേകം പ്രാർത്ഥന ഓർക്കുക എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമമഹത്വം ഉണ്ടാകട്ടെ. അവന് തിരുവിഷ്ടമായി. ഇവിടെ വളരെ ആശ്വസിക്കാൻ മതിയായ ഒരു കാര്യം പൗലോസിനോട് പ്രത്യേകം മക്കളോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഈ മാരകമായ രോഗത്തിൽ പലരും വളരെയധികം പ്രയാസത്തിൽ കൂടെ, വേദനയിൽ കൂടെ, പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യാതൊരുവിധ വേദനയും പ്രയാസങ്ങളും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു കരുതലും നന്മയുമാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിന്നെ മരണമെന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ ക്ലോക്ക് ഒരിക്കലായിട്ട് ദൈവം വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് 1 മിനിറ്റ് മുമ്പും ആകില്ല, 1 മിനിറ്റ് പിമ്പുമാകില്ല. ആ തക്ക സമയം വന്നപ്പോൾ കർത്താവ് തൻ്റെ മകളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു. കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ സന്ദർഭത്തിൽ പ്രിയ പൗലോസിൻ്റെയും മക്കളുടെയും ദുഃഖം, മനസ്സിൻ്റെ പ്രയാസം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു വാക്ക് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത് സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവം. അപ്പോൾ ആ ആശ്വാസമാണ് ഇപ്പോൾ നിങ്ങൾ പ്രാപിക്കേണ്ടത്. മാത്രമല്ല, ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഇന്ന് കഷ്ടത്തിൻ്റെ ദിവസമാണ്, സങ്കടത്തിൻ്റെ ദിവസമാണ്, ദുഃഖത്തിൻ്റെ ദിവസമാണ്. എന്നാൽ അതോട് ചേർത്ത് കർത്താവിൽ, ക്രിസ്തുവിൽ നിന്നുള്ള ആശ്വാസം അത് പെരുകുന്നു എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ആ ആശ്വാസം നിങ്ങൾ പ്രാപിക്കണം. ആ കർത്താവിൽ മുഴുവനായും ആശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്ത് കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി മുന്നോട്ട് പോകണം. കർത്താവ് മതിയായവൻ, കർത്താവിൻ്റെ കൃപ മതിയായതാണ്. ആ നിലയിൽ പ്രിയ പൗലോസിന് എല്ലാവിധ ധൈര്യവും ആശ്വാസവും കർത്താവ് നൽകട്ടെ. ആ ആശ്വാസം കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖവും അതുപോലെ അങ്കമാലി പടിഞ്ഞാറ് സഭയുടെ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ പ്രിയ പൗലോസിനെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാണ്. ദിനവും നിനക്കവൻ മതിയാ. എനിക്കേശുണ്ടി മരുവിൽ എല്ലാമായെന്നുമെന്നരികിൽ
എനിക്കേശുണ്ടീ മരുവിൽ എല്ലാമായെന്നു എന്നരികിൽ നീറുമെന്നുടെ വേദനകൾ മാറും ഞാനങ്ങു ചെന്നിടുമ്പോൾ നീറുമെന്നുടെ വേദനകൾ മാറും ഞാനങ്ങു ചെന്നിടുമ്പോൾ മാറി ചേർത്തു കണ്ണീർ തുടയ്ക്കും മാറി ചേർത്തു കണ്ണീർ തുടയ്ക്കും എനിക്കേശുണ്ടീ മരുവിൽ എല്ലാമായെന്നു എന്നരികിൽ എനിക്കേശുണ്ടീ മരുവിൽ എല്ലാമായെന്നു എന്നരികിൽ. ഈ പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങളോടൊരുമിച്ച് ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും കർത്താവിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ച് അവിടുത്തെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സ്ഥലം സഭയിൽ ശുശ്രൂഷയ്ക്ക് വന്ന ആദ്യകാലം മുതൽ ഈ വാത്സല്യ ഭവനവുമായിട്ട് ഹൃദ്യമായൊരു ബന്ധം കർത്താവ് തന്നു. അത് വർദ്ധിക്കാനായിട്ട് കാരണമുണ്ടായത് മസ്കറ്റിൽ ഞാൻ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് പോകുവാനും സഹോദരൻ ഗോഡ്ലിയുടെ ഭവനത്തിൽ താമസിക്കാനും സന്ദർഭം ഉണ്ടായപ്പോഴാണ് ഇവിടുത്തെ മകളും മരുമകനും ആണെന്നറിഞ്ഞുകൊണ്ടല്ല അവിടെ താമസം ആരംഭിച്ചതെങ്കിലും വളരെ ഹൃദ്യമായൊരു സ്നേഹബന്ധം അത് നിമിത്തം അരക്കെട്ടുറപ്പിക്കാൻ ദൈവം കൃപ ചെയ്തു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം സംജാതമായത് എന്ന് നമുക്കറിയാം. ദൈവമക്കളെന്ന നിലയിൽ ആശ്വാസമുണ്ടാകും എന്നെനിക്കറിയാമെങ്കിലും ഇത്രയും സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാൻ പ്രിയച്ചാനെയും മക്കളെയും കർത്താവ് അനുവദിച്ചു എന്നുള്ളത് സന്തോഷപ്രദവും പ്രശംസനീയവുമാണ്. കർത്താവ് പ്രിയപ്പെട്ടവരെ തുടർന്നും ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കട്ടെ. വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന ആളുകൾ സമ്മതിക്കുന്ന സന്ദർഭമാണ് ഇതുപോലെയുള്ളത്. എന്നാൽ ക്രിസ്തു ഭക്തന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ വാക്കുകൾക്കല്ല ഇവിടെ പ്രാധാന്യം. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. അത് ദൈവമക്കളുടെ ഭാഗ്യ പദവിയാണ്. ആശ്വാസം അനുഭവിക്കുവാൻ മരണത്തിലും ദുഃഖത്തിലും വേദനയുടെ ഏത് ഘട്ടങ്ങളിലും അവിടുത്തെ വചനം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നാം ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്നത് അവിടുത്തെ വചനമാണ്. ആ വചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നു, പുതിയ പ്രത്യാശ നമ്മിൽ ഉളവാക്കുന്നു. നിശ്ചയമായും ദൈവവചനത്തെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. ഞാനൊരു വചന ശുശ്രൂഷയ്ക്കായിട്ട് മുതിരുകയല്ല. ശരീരത്തിൻ്റെ അല്പമല്ലാത്ത ബലഹീനത ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വേഗത്തിൽ തിരികെ പോകേണ്ടതുണ്ട്. എങ്കിലും ഒരു വാക്യം ഒരു പക്ഷേ മുമ്പ് ദൈവദാസന്മാർ വായിച്ചു കേൾപ്പിച്ചു കാണും, ഇല്ലെങ്കിലും നമുക്കറിയാവുന്നതാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ പൊതുപ്രയോജനത്തിനു വേണ്ടി. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം: വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളൂ. ഇത് സകല മനുഷ്യ ചിന്തയ്ക്കും അതീതമായ ഒരു പ്രസ്താവനയാണ്. വിരുന്നു വീട്ടിൽ പോകാനാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക. സന്തോഷിക്കുന്ന മുഖം കാണുവാൻ താല്പര്യമില്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. എന്നാൽ ഒരു വിലാപ ഭവനത്തിൽ പോവുക അത് ക്ലേശകരമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾക്കപ്പുറം ദുഃഖം തളം കെട്ടിക്കിടക്കുന്നിടത്ത് എത്ര നേരം നിൽക്കാൻ കഴിയും? പക്ഷേ വിശുദ്ധ വചനം പറഞ്ഞത് മനുഷ്യബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യമാണ് വിലാപ ഭവനത്തിൽ പോവുക.
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു അവിടുന്ന് കരയുന്നവരോടുകൂടെ കരയുമായിരുന്നു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ നമ്മുടെ കർത്താവ് കരഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. ലാസർ മരിച്ചുപോയി എന്ന ദുഃഖം കൊണ്ടല്ലത്. ലാസറിനെ സ്നേഹിക്കുന്നവർ അവനെ ഓർത്ത് കരയുന്നത് കണ്ട് ആ കണ്ണുനീരിന് മുമ്പിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദുഃഖം ഒതുക്കി വെച്ചില്ല, ഒളിച്ചു വെച്ചില്ല. പലപ്പോഴും ദുഃഖിക്കരുത് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ദുഃഖിക്കരുത് എന്ന് വചനം കൽപ്പിച്ചിട്ടില്ല. പകരം പ്രത്യാശയില്ലാത്ത ആളുകളെ പോലെ ദുഃഖിക്കരുത്. അതാണ് നമുക്കുള്ള പ്രമാണം. വേർപാടിൻ്റെ വേദന സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. പക്ഷേ അവിടുത്തെ വചനത്തിലെ സത്യങ്ങളെ അയവിറക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ ലഘൂകരിക്കുന്നു. അതുകൊണ്ട് പ്രത്യാശയില്ലാത്തവരെ പോലെ നാം വിലപിക്കുന്നില്ല. എന്തുകൊണ്ട് വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത് എന്നതിൻ്റെ 2 ഉത്തരം ഇവിടെ ശലോമോൻ പറഞ്ഞു. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. രണ്ടാമത്തെ മറുപടി, ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എല്ലാ വിനയത്തോടും കൂടെ ഒരു വാക്ക് ഓർപ്പിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന മിക്കവരെല്ലാവരും തന്നെ യേശുക്രിസ്തുവിനാൽ പാപമോചനം പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അങ്ങനെ ഒരു അനുഭവത്തിൽ വന്നു ചേരാൻ കഴിയാതെ പോയ ഒരാളെങ്കിലും ഉണ്ട് എന്ന് വരികിൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ വന്നത് നിമിത്തം നാം കരുതിക്കൊള്ളേണ്ട ഒരു കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഇങ്ങനെ ഒരു അന്ത്യം ഉണ്ടാകും. ഞാൻ ഈ ഭൂമണ്ഡലം വിട്ട് മാറ്റപ്പെടേണ്ടി വരും. അങ്ങനെ ഞാൻ മാറിയാൽ എവിടേക്കായിരിക്കും ഞാൻ പോകുന്നത് എന്നൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവും കണ്ടെത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട ഈശോ മിശിഹ പഠിപ്പിച്ചു, മരണശേഷം 2 സ്ഥലം മനുഷ്യർക്കുണ്ട്. ഒന്നുകിൽ അതിനെ പാതാളമെന്നോ അല്ലെങ്കിൽ പർദീസയെന്നോ പേർ ചൊല്ലുന്നു. ലോകത്തിലെ ഏതൊരു മനുഷ്യനാണെങ്കിലും ഇതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് ചെന്നെത്തി പറ്റിയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് നാം മനസ്സിൽ കരുതിക്കൊള്ളുക, എൻ്റെ മരണാനന്തര ജീവിതം ഞാൻ എവിടെ ചെലവഴിക്കും? എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ടതിന് ക്രൂശിൽ തിരുബലി അർപ്പിച്ച രക്ഷിതാവ് നിമിത്തം പാപമോചനം പ്രാപിച്ച് അവനുള്ള രാജ്യത്തേക്കായിരിക്കുമോ, അതോ യേശുവില്ലാത്ത ദൂതന്മാരില്ലാത്ത പാതാളത്തിലേക്കായിരിക്കുമോ? തീരുമാനവും ഉത്തരവും നമ്മുടെ ഭാഗത്തുനിന്ന് വ്യക്തിപരമുണ്ടാകണം. ശലോമോൻ ഓർപ്പിച്ചതാണ്. ആളുകൾ ഇത് മനസ്സിൽ കരുതിക്കൊള്ളുമല്ലോ. എൻ്റെയും കുടുംബത്തിൻ്റെയും പുൽപ്പള്ളിയിലുള്ള ഞങ്ങളുടെ സ്ഥലം സഭയുടെയും ദുഃഖവും അനുശോചനവും വാത്സല്യ ഭവനത്തോട് ഈ സ്ഥലം സഭയിലെ ബഹുമാനരായ ദൈവമക്കളോടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാറ്റിലും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലുള്ള യുവ സഹോദരന്മാരെ, ജോലിയോടുള്ള ബന്ധത്തിൽ വിദേശത്തായിരിക്കുന്ന സൈമൺ വിജോയ്, ഈ പ്രിയ സഹോദരിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരാണ്. അവർക്ക് വന്നു കാണുവാനായിട്ട് ഇല്ല അവസരമില്ല. ആ പ്രിയപ്പെട്ടവരെ തങ്ങളുടെ അനുസ്മരണം അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരിൽ എല്ലാ ദുഃഖത്തിലും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലം സഭയിലെ സഹോദരൻ സാജു